അപ്പോൾ ഹലോ ഗായ്സ്, നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ ഹാർഡ് കോറിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഹാർഡ് കോർ ഇതാണ് നമ്മുടെ ഹാർഡ് കോർ വേൾഡ് ഗായ്സ്. നമ്മൾ നേരത്തെ നിൽക്കുമായിരുന്നു അതിൽ. ഓക്കെ, നമുക്ക് പോയിട്ട് വരാം. ലോഡായിട്ട് വിളിക്കാം ഗായ്സ്. അപ്പോൾ സോ ഗായ്സ്, നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മുടെ പറഞ്ഞു. എനിക്ക് കുറച്ച് അധികം പണി ചെയ്യാനുണ്ട്. നമുക്ക് കോള് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. ഒരു സാക്ക് കോബിൾ സ്റ്റോൺ ആണ് എൻ്റെ ലക്ഷ്യം. ഒരു ഷീപ്പും കൂടി വേണ്ടു നമുക്ക്. അവിടെ ഒരു ഷീപ്പ് ഇവിടെ നടക്കേണ്ടതുണ്ട്. ഇവിടെ ഷീപ്പ് ഉണ്ടാവാറില്ല. ഇതിൻ്റെ മുകളിലേക്ക് പോകേണ്ടി വരും ഷീപ്പ് വന്നു. ഓക്കെ, ഷീപ്പിനെ തപ്പി ഇറങ്ങാം നമുക്ക്. പായൽ തിന്നാൻ പറ്റും. ചാവുന്നത് വീടെന്നൊന്നും പറയാൻ പറ്റൂല. വൈഡാക്കുന്നതിന്റെ വീട് ഇവിടെ കുഴിച്ചിട്ട് നമുക്ക് സ്റ്റോൺ ടൂൾസിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. ഇതെന്താണ് കുഴപ്പം? സ്റ്റിക്കില്ല. സമൃദ്ധിയായിട്ട് ഇവിടെ മരമുള്ളപ്പോൾ അവിടെ സ്റ്റിക്കില്ലെന്നാണ് അറിയുന്നത്. രണ്ടും പിക്കാക്സ് ഒരു ആക്സ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ സ്വാഡ് ഇരിക്കട്ടെ. എന്തായാലും ഇത് ചാവാറായി. ഇതിനെ കൊണ്ടുവരുന്നത് ചില നമ്മൾ പൊളിക്കുമ്പോഴേ പുറത്തേക്ക് പോകും. അതെനിക്ക് പേടി. സ്പൈഡറാ നടക്കണം. നോക്കണം കുറച്ചുകൂടി അങ്ങ് നീട്ടി വിടണം. വെളിച്ചുണ്ടാവില്ല. അതന്നെ ഈ പ്രോബ്ലം. ഇത് വീടല്ല കേട്ടോ, എൻ്റെ റിയൽ വീടല്ല. തൽക്കാലത്തിന് എനിക്ക് വസിക്കാനായിട്ടുള്ള സ്ഥലമാണ് ഇത്. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നിനക്ക് അറിയാത്തുള്ളൂ. ഞങ്ങൾ ഇന്നലെയും കളിച്ചതാണല്ലേ. ക്രീപ്പർ അണ്ണാച്ചൻ മാമോയ്, ക്രീപ്പർ മാമോയ്. അല്ല, ക്രീപ്പർ മാമനല്ല, ഫ്രെയിമിട്ട് കൊടുക്കുന്ന നടന്നു തോന്നണ്ടോ. ക്രീപ്പർ മാമന്റെ അപ്പൂപ്പനാണ് ഗൈസ്. ആ ദിക്കുന്ന നക്ഷത്രമാണ് ക്രീപ്പർ. ഈ ക്രീപ്പർ മാമന്റെ അപ്പൂപ്പനായിരുന്നത്. കണ്ടോ, നോക്കി നിൽക്കുക ക്രീപ്പർ. അത് കണ്ടിട്ട് വിഷമം വന്നപ്പോ ഓടി. ദേ നമ്മുടെ അമ്മാവന്റെ ദേ എൻ്റെ അമ്മായിയുടെ മോൻ നിൽക്കുന്നു. പൊട്ടിക്കടി തൽക്കാലം ഫണ്ടബിങ്. ഇവിടെ കൊറേ വൈഡാക്കാൻ പറഞ്ഞു. പെട്ടെന്ന് കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ട് തന്നെ പോയിട്ട് ടോർച്ച് ഇൻവെന്ററി തുറന്നാൽ മതി. ടോർച്ച് ഉണ്ടാക്കാൻ ഇവിടെ സ്റ്റിക്കില്ല. ഉണ്ടാക്ക് ഫൈബ്രോ സ്റ്റിക്ക് കോളേജിന് വേണ്ടി ടോർച്ചിൻ്റെ വയ്ക്കാൻ പറ്റില്ലല്ലോ. ടോർച്ച് എവിടെയെങ്കിലും വെക്കുന്നു. കോള് മുഴുവൻ പൊട്ടിക്ക്. നീയും ഇങ്ങനെയല്ലേ, ഒരു കാര്യം മുഴുവൻ പറക്കില്ല. പറക്കാത്തോണ്ടല്ല ഞാൻ
കൂടുതൽ 0 days ആയിട്ടുള്ളൂ. ഇതെൻ്റെ ആദ്യത്തെ ദിവസമാണ്. ആദ്യത്തെ ഒന്നുമല്ല, മുട്ട ഇത് പൊട്ടിക്കുമ്പോൾ ഒരെണ്ണം ചാടി വീണു. അവിടെ സ്റ്റോൺ വെച്ചാൽ മതി മുകളിൽ. അത് മുഴുവൻ അങ്ങനെ മൂടല്ലേ? ഒരെണ്ണം. ഇപ്പം നമുക്കൊന്ന് അയൺ തപ്പി ഇറങ്ങിയാലോ? താഴോട്ട് കുഴിക്കണം കിട്ടണം. Let's ഞാൻ പറഞ്ഞുതരാം. start. ഇത് എത്രയാണ് വരേണ്ടത്? 64 നിന്റെ കിടക്കണേ. അത് 30 എത്ര അങ്ങോട്ട് എത്തണം. അപ്പോൾ കുറേ അയൺ ഉണ്ടാവും. അവിടെ അല്ല, അതിൻ്റെ മുകളിലേക്ക്. ഗ്രാവല് ഒട്ടും ഭാഗ്യമില്ല. ഷവൽ ഒരെണ്ണം ഉണ്ടാക്കിക്കോ, അല്ലെങ്കിൽ സോഡ് കൊണ്ട് പറിച്ചാലും മതി. കോള് നമുക്ക് നന്നായിട്ട് ആവശ്യമുള്ള സാധനമാണ്. അതുകൊണ്ട് കോള് കണ്ട അപ്പം പറക്കാം. അത് നമ്മുടെ സോഡ് കൊണ്ട് പിടിച്ചാൽ മതി. ഷവൽ കൊണ്ട് അത് പറിച്ചോടി. സോഡ് കൊണ്ട് പറിച്ചോ. ഇങ്ങനെ തപ്പിക്കുമ്പോൾ ഒരു പ്രാവശ്യം നീ എന്തായാലും പുറത്തെത്തും. തലങ്ങും വിലങ്ങും മൈനിങ്ങേരിയാലോ. കുറച്ചുകൂടി പോയിട്ട് വെച്ചാൽ മതി. ചെവി അടിച്ചു പോയി. അതിനുള്ള ശബ്ദമൊന്നും ഉണ്ടായിരുന്നു. അതിനപ്പോൾ സൗണ്ട് ഉണ്ടാക്കിയത്. ഫുൾ സൗണ്ട് ഉണ്ട്. എന്താ അവിടെ പുറത്ത്? ആർക്കറിയാം. ഇപ്പം നല്ല സൗണ്ടില്ലേ? ഇപ്പോൾ ഫുൾ സൗണ്ടില്ലേ കിടക്കണം കേട്ടോ. സൗണ്ട് ഇല്ലല്ലോ. ഇതിപ്പോൾ 58 ആയിട്ടുള്ളത് 38 ആക്കണം നീ. ഇതില് റെക്കോർഡ് ചെയ്യുമ്പോ അതിന്റെ ശബ്ദം നോക്കണം. നമ്മുടെ ഈ ബ്ലൂടൂത്തിൽ കേൾക്കണ സൗണ്ടായിരിക്കും ഇതിലുണ്ടാവുക. മതി കുഴിക്ക്. ഗായ്സ് 58 ആവണം. 38 ആവണം. 58. ഈ രാത്രി ഫുള്ള് ഞാൻ ഇവിടുന്ന് മൈൻ ചെയ്യും. 57 ആണ് ഉണ്ട്. അത് അച്ഛൻ്റെ കുട്ടി. താഴോട്ട് കുഴിച്ചിട്ട് നേരെ കുഴിച്ച് പോകാണ്ട്. അപ്പൊ തന്നെ ഇത് ആ റെക്കോർഡിങ് സിസ്റ്റത്തേക്ക് നോക്കുക. ഹാർഡ് കോർ വെള്ളമാണ് ഫുള്ള് നമ്മള്. നീ എങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും കുഴിച്ചെന്തായാലും സാൻഡ് സ്റ്റോൺ കഴിഞ്ഞാൽ സ്റ്റോൺ വരും.
രാവിലെ ആയോ എന്തോ. നാപ്പത്തിയെട്ടുണ്ട്. നമുക്ക് 3 സാക്ക് 3.5 സാക്ക് 3 സാക്ക് ഉണ്ട്. 3.5 സാക്ക്. കുഴിച്ചോ അയ്യാണ് കരയണ്ട. എത്ര അങ്ങോട്ട് പോകണ്ട. ആ രാവിലെ മറ്റേ ഡേർട്ട് പൊട്ടിച്ച പോലത്തെ അല്ലേ? നമ്മൾ എത്ര ദൂരം വന്നു അത്യാവശ്യം ദൂരത്തൊക്കെ വന്നിട്ടുണ്ട്. ഷീപ്പിനെ തപ്പി ഇപ്പൊ കഴിക്കുന്ന മട്ടൻ മുകളിൽ കയറി അവിടെ ഷീപ്പിനെ കിട്ടും. എന്റെ പിന്നാലെ ഏതോ സോംബി ഉണ്ട്. ഫുഡ് കഴിക്കും ഷീപ്പ്. നീ ഫുഡ് ആ പൂവും കഴിച്ചോ? പക്ഷെ ആ പൂവ് പൊട്ടിച്ചോ? ഡൈ ചെയ്യാനാ ആ പൂവ് പൊട്ടിക്കണം. അത് ശരി, ഞാൻ അപ്പൊ ഡൈ ചെയ്യണ്ട. വലിച്ചു കെട്ടിൽ ഇറങ്ങിക്കോ. പോയിട്ട് ഫസ്റ്റ് തന്നെ ഒരു ബെഡ് എന്തിനാ റീസ്പോൺ ഇല്ലല്ലോ. ചത്തതല്ലേ. അത് റീസ്പോണിനല്ല ബെഡ് ഉണ്ടാക്കാൻ പറഞ്ഞ. രാത്രി ആവുമ്പോ കൊണ്ട് നടക്കാനാണ്. രാവിലെ ഇപ്പൊ കൊണ്ട് നടക്കാൻ ഇപ്പൊ തന്നെ പല വില്ലേജ് കണ്ടുപിടിക്കാൻ തോന്നിയാലോ. ആ പൂ എന്ത് ചെയ്യും? പൂ പൊട്ടിക്കണ്ടേ നീ? എടാ ഇപ്പൊ നല്ല ഷീപ്പ് ആ ഭാഗത്തേക്ക് പോയോ? തോന്നണം അവിടെ എവിടെയെങ്കിലും വില്ലേജ് ഉണ്ടെന്ന്. എവിടാ? ഈ ഭാഗം പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ കൂടുതൽ കോസ്റ്റൽ വില്ലേജ് ഉണ്ടാവുക. ഈ ഭാഗം ഹൈറ്റ്. അങ്ങോട്ട് പോവാം. എന്തായാലും വന്നല്ലേ, പൂവും കൂടി പറിച്ചിട്ട് പോവാം. എൻ്റെ കയ്യിൽ ഫുഡില്ല. ഒരെണ്ണം പോരാ. നമ്മൾ ഇതിനെ കളർ ചെയ്യാനാണ് മറ്റേന് വൂളിന്. ആദ്യം ഈ സ്പോട്ടിക്ക് അങ്ങോട്ടായിട്ട് ഓടിക്കോ. നല്ല പ്ലെയിൻ ആയിട്ട് തോന്നുന്ന സ്ഥലത്തേക്ക് ഓടിക്കോ. ഇതാ പ്ലെയിനാ. എന്താ ക്രീപ്പർ ബ്ലാസ്റ്റ് ഉണ്ടാക്കിയാ പോയിണ്ട്. നല്ല പ്ലെയിൻ അല്ല, മരൊന്നും ഇല്ലാത്ത കൂടുതൽ സ്ഥലം. ഇങ്ങോട്ട് പോ. വില്ലേജ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. നമ്മളെന്താ സോഷ്യൽ പഠിക്കണോ? ഞാനും ഫസ്റ്റ് വിചാരിച്ചത് മേൽക്കൂരയാണ്. ഞാനും കുറച്ച് പൊക്കായിരുന്നു.
ആ ഇനി ഇവിടെ ഉണ്ടാവും തോന്നുന്നില്ല, അപ്പുറത്തേക്ക് കിടക്കേണ്ടി വരും. എന്നാ നിന്റെ കോഡ്സ് ഓർമ്മയിലേക്ക്, കോഡ്സ് ഓർമ്മയില്ല. അതിപ്പോൾ എളുപ്പമല്ലേ? നീ അവിടെ വരെ കൊടുക്കോ? മിനിറ്റ് എത്തിയിട്ടില്ല. അല്ല ഇവിടത്തെ പറഞ്ഞാ പോരെ. നോക്കിക്കോ. 60 എടാ നീ കൊറേ ഫുഡ് വെച്ചോ. എന്തിട്ടാ കാണിക്കുന്നത്? കിട്ടിയില്ലേ? നീ നിന്റെ വീട്ടിൽ പോയി. ക്രീപ്പർ ബ്ലാസ്റ്റ് ഉണ്ടായ സ്ഥലമാണ് കഴിച്ചത്. നേരെ നിന്റെ വീടിന്റെ അകത്ത് ഇവിടെയാണ് എൻ്റെ വീട്. നീ ഇവിടത്തെ കോഴ്സ് ചെയ്തു. പിന്നെ ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ വീട് കാണട്ടെ. കേട്ടോ. ആ കുഴപ്പമില്ല, ഞാൻ കട്ട് ചെയ്തിട്ട് ഇടാം. ഇതാണ് എൻ്റെ വീട്. അവിടെ കോഴ്സ് ചെയ്താ ഓക്കെ. 60 കൊടുക്കണ്ടാ. 59 59 തന്നെ കൊടുക്കുക. 64 37 ഒക്കെ വിട്ടോണ്ടി. ഇനി ഞാൻ കുറച്ച് ഫുഡ് കുക്ക് ചെയ്തിട്ട് ഓടിക്കോട്ടെ. സ്റ്റീക്ക് കുക്ക് ചെയ്യാൻ പറ്റും. നല്ലോണം പവറുണ്ടാവും. ഇത് പ്ലാൻസ് ആക്ക്. ഗൂളിട്ട് കത്തിക്കാൻ പറ്റും. അയ്യടെ പിടിച്ചു അങ്ങനെ പിന്നെ കത്തിക്കുന്നില്ല. നമ്മൾ പ്ലാൻസ് ആക്കിയ എന്നിട്ട് അതിൻ്റെ അകത്തിട്ടാ ഒരു ബെഡും കൂടെ ഉണ്ടാക്കിയിട്ട് വണ്ടി കേട്ടോ. ചിക്കനൊന്നും വലിയ കാര്യമില്ലടി, മട്ടനൊക്കെ പിന്നെ ഒരു കാര്യമുള്ളൂ. ബെഡ് ഉണ്ടാക്ക്. ഒരു ബെഡ് നിൻ്റെ വീട്ടിൽ, ഒരു ബെഡ് നിൻ്റെ. വൈറ്റ് ബെഡ് ഞാൻ കൊണ്ടുപോവാം. ഇത് 3 മതി, ഇത്ര അധികം വേണ്ട. വൈറ്റ് പിങ്ക് അല്ല, വൈറ്റ്. പിങ്ക് അവിടെ വെച്ച് വൈറ്റ് നീണ്ടത് അവിടെ വെച്ച്. ബാക്കിൽ അവിടെ ഇരുന്നോട്ടെ. വണ്ടി വീട്ടോ, വണ്ടി ബാക്കിക്ക് അടിക്കാം. എൻ്റെ വീടിൻ്റെ കറക്റ്റ് ബാക്കിക്കാണ് ഓർമ്മത്. ഫുഡ് കഴിയുമ്പോൾ എന്തോ ചെയ്യും? ഫുഡ് കഴിയുമ്പോൾ ഒന്നും ചെയ്യാൻ ഇതൊന്നും ചെയ്യുന്നില്ല. ചിക്കൻ കഴിക്കട്ടെ ഫസ്റ്റ്. ഇങ്ങോട്ട് റൈറ്റിക്ക് വിടും. ഈണ്ടവള് ട്രെയിനെ ചതുക്കി. റൈറ്റിലേക്ക് വിടും ചെറുതായിട്ട്. അങ്ങനെ റൈറ്റിലേക്ക് വിടും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ ഗൈസ് ബൈ.